ഒരു ജിയോ സിം വാങ്ങാമെന്ന് കരുതിയാൽ അങ്ങനെ പോകുന്ന സമയത്താണ് റോഡ് സൈഡിൽ ഫ്രീ സിം എന്ന് എഴുതിയിട്ട് ജിയോ സിമ്മിന്റെ കുറച്ച് പേര് ഫോട്ടോയൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടത്. സിം ഫ്രീ ആണ്. ആധാർ കാർഡ് വാങ്ങി എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുത്തു, ഫിംഗറൊക്കെ വെച്ചു, എല്ലാം സെറ്റ് ചെയ്തു. 349 രൂപ റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നെറ്റ് വേണ്ട, എനിക്ക് കോളിംഗ് മാത്രമുള്ള 189 രൂപയുടെ റീചാർജ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. 189 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 2 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും 28 ദിവസത്തെ വാലിഡിറ്റി ഉള്ള ഒരു പാക്കാണ്. ആ പാക്ക് മതി എന്ന് പറഞ്ഞു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് റീചാർജ് നിങ്ങൾ 349 രൂപ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് റീചാർജ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഫസ്റ്റ് റീചാർജ് നിങ്ങൾ 349 തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആ ഒരു സിമ്മിൽ ഡാറ്റ തന്നെ വേണ്ട. പിന്നെ എന്തിനാണ് ഞാൻ ഡാറ്റ ആവശ്യമില്ലാത്തൊരു സിമ്മിൽ എന്തിനാണ് ഞാൻ ഡാറ്റ റീചാർജ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ സിമ്മ് വേണ്ട. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, FRC ഏതെല്ലാം റീചാർജുകളാണ് ജിയോയുടേത് വരുന്നത് എന്ന്. FRC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റീചാർജ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 239, 299, 419 ഇങ്ങനെയുള്ള പാക്കുകളാണ് ഞാൻ കണ്ടത്. ഓൾറെഡി 239 ഒരു പ്ലാൻ എന്ന് പറയുന്നത് ജിയോ റീചാർജ് എടുത്തു കളഞ്ഞൊരു പ്ലാനാണ്. ഇതുവരെ വെബ്സൈറ്റ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അതിനകത്ത് ഒരിക്കലും നമുക്ക് ഡാറ്റ പാക്ക് തന്നെ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല. ജിയോ പോട്ടെ, ഒരു എയർടെൽ സിം എടുക്കാമെന്ന് കരുതി എയർടെലിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴോ അവിടെ അങ്ങനെ ഒരു FRCയുടെ പ്ലാനേ കാണാനില്ല. അപ്പോൾ ഞാൻ എയർടെലിൽ സിം സെയിൽ ചെയ്യുന്നവർക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 299 രൂപക്ക് മുകളിലേക്കുള്ള ഏതെങ്കിലും ഒരു പ്ലാൻ ചെയ്താൽ മാത്രമായിരിക്കും സിം ആക്റ്റീവ് ആകുന്നതെന്ന്. ഓക്കെ, അത് പോട്ടെ. പുതിയൊരു സിം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഡാറ്റ ആവശ്യമില്ല, കോളിംഗ് മാത്രമാണ് ആവശ്യമുള്ളത്, എന്നാലും നിങ്ങൾ ഡാറ്റ പാക്ക് റീചാർജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമല്ലേ. നമ്മുടെ ട്രായ് ഈ ഒരു വിഷയമൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ നെറ്റ് ഉപയോഗിക്കാതെ സാധാ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കോളിംഗ് മാത്രമുള്ള ഒരു ഫസ്റ്റ് റീചാർജ് ആയിട്ടുള്ള ഒരു റീചാർജ് വേണമെന്ന് ട്രായ് എന്താണ് ചിന്തിക്കാത്തതെന്ന് നമുക്കറിയില്ല. അതുപോലെ കോളിംഗ് മാത്രമുള്ള ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായിരിക്കും അല്ലേ. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ബട്ടൺ ഫോണിന് വേണ്ടിയിട്ട് സിം വാങ്ങിയിട്ട് ആവശ്യമില്ലാത്ത ഡാറ്റ പാക്ക് റീചാർജ് ചെയ്തിട്ട് നിങ്ങളെ പണം നഷ്ടപ്പെടുത്തിയവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ.